അപ്പം ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിനോട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തപ്പം എനിക്ക് വളരെ ഇൻസ്പിറേഷനായി തോന്നിയത് വിനീത് ചേച്ചിയുടെയും ജോബിയുടെയും ലൈഫാണ്. ഐ ഡോണ്ട് മൈൻഡ് ഷെയർ ചെയ്യണേൽ. അപ്പം എന്താണ് അവരുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും അവരെ ഒത്തിരി റെസ്പെക്റ്റോടുകൂടി നോക്കിയിട്ടുള്ള കാര്യം, അവർ 4 കുട്ടികളെയും ഹോം സ്കൂളിങ് നടത്തി. എന്നിട്ടും പ്രാർത്ഥനയുടെ ചൈതന്യം കളയാതെ അതോടുകൂടി അത് എപ്പോഴും കാമായിട്ടും ഒരിക്കലും അവർ തമ്മിൽ ദേഷ്യപ്പെടുന്നത് പോലും കണ്ടിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പം വിനീത് ചേച്ചി പറഞ്ഞു അവർ തമ്മിലുള്ള ആ ഹാർമണി, അവർ തമ്മിലുള്ള ആ ഡിസിഷനും പിള്ളേരെക്കുറിച്ചുള്ള അവരുടേതായ ഒരു ഒരുമയുള്ള ഒരു ചിന്തയാണ് അവരുടെ ലൈഫിനെ ഇത്രയും സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അവരിപ്പോഴും ആ എനർജി കൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ട് അത് അതേ ദൈവീകതയോടുകൂടി ആത്മീയതയോടുകൂടി മുന്നോട്ട് പോവുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നത്. പിന്നെ ബെല്ല ഷെയർ ചെയ്തത് ബെല്ലയുടെ ഒരു സാക്ഷ്യം പോലെ പറയാം അല്ലേ ബെല്ല? അപ്പം ബെല്ല ഒരു അസൈൻമെൻറ്റ് MSc ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. നമ്മളൊരു പുതിയ സിറ്റുവേഷനിലേക്ക്, പുതിയൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ പഠിച്ച സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പഠിച്ച രീതിയേ അല്ല ഇവിടെയുള്ളത്. അപ്പോൾ ബെല്ല പറയുമായിരുന്നു, അപ്പോൾ ഒരു റിസർച്ച് ടോപ്പിക്കായിരുന്നില്ലേ, അതിന് വേണ്ടി ഒരു ടോപ്പിക്ക് പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് കൂടെയുള്ളവരെല്ലാം ടോപ്പിക്ക് കിട്ടി അതിനെ കൊണ്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെല്ലയ്ക്ക് അത് എന്ത് സബ്ജക്റ്റ് തന്നെ എന്തിനെക്കുറിച്ച് പറയുമെന്നിങ്ങനെ ആലോചിച്ചിരുന്നു. ബെല്ല വൈകുന്നേരം രാത്രി എനിക്ക് മനസ്സിലായത് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ബെല്ലയ്ക്ക് പിന്നെയും കിട്ടിയില്ല. പിറ്റേ ദിവസം പ്രസൻറ്റേഷനാണ്. അപ്പോൾ ബെല്ല കിടന്നുറങ്ങി. രാവിലെ 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ബെല്ലയ്ക്ക് എന്തോ ഇങ്ങനെ ആ പ്രാർത്ഥനയിൽ നിന്നൊരു ഉൾവിളി കിട്ടി. ബെല്ല എഴുന്നേറ്റു. ബെല്ലയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ടോപ്പിക്കും ഓരോ സൈഡുകളായിട്ട് എന്താണ് പറയേണ്ടത്, എന്താണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പിക്ചർ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബെല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം, എനിക്ക് എൻ്റെ കഴിവുകളെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കറിയാം എന്നെ ഇവിടം വരെ നടത്തിയത് ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ കഴിവിന് അപ്പുറമായിട്ട് ഞാനൊരു മാർക്ക് എൻ്റെ മനസ്സിൽ കാണുകയാണ്. നീ എനിക്ക് വേണ്ടി നീ എൻ്റെ മനസ്സിൽ തോന്നിച്ചതായിട്ട് എനിക്ക് ആ മാർക്കിലൂടെ നീ എനിക്ക് പ്രൂവ് ചെയ്തു തരണം. ഇത് അങ്ങ് തന്നെ എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ച ചിന്തയാണെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ബെല്ല പോയി പ്രസൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പം അവിടുത്തെ ആ ട്യൂട്ടർ തന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. അവർ തന്നെ അതിനെ കൈയടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അത് ബെല്ലയുടെ ജീവിതത്തിൽ. എന്നിട്ട് തിരിച്ചു വന്നു. ബെല്ലയ്ക്ക് മാർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ തിരിച്ച് ഇവിടെ വന്ന് കുറച്ച് നേരം നെറ്റിലൊക്കെ നോക്കി, റിസൾട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ ബെല്ല ഓർത്ത് ഓക്കെ ഇനി അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതെന്ന് കിടന്നുറങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജെയ്സൺ വിളിച്ചേൽപ്പിച്ച് പറഞ്ഞു, ബെല്ല നിനക്ക് കിട്ടിയ മാർക്ക് അറിയാൻ പറ്റുമോ? 26 out of 30. അതെന്ന് പറയുന്നത് ബെല്ല ഒന്നുമില്ല, ബെല്ല ഒരു പ്രൂഫായിട്ട്, ഇത് ദൈവം നടത്തിയതാണെന്ന് മാത്രം ഒരു പ്രൂഫായിട്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. അങ്ങനെ ബെല്ലയൊരു ഇങ്ങനെ ചലഞ്ചായിട്ട് ചെയ്തു. പക്ഷേ അത് കിട്ടി. അത് 26 out of 30 ആയിരുന്നു ബെല്ലയ്ക്ക് കിട്ടിയ മാർക്ക്. അപ്പം ബെല്ല അതൊരു സാക്ഷിയായിട്ട് പറയുമായിരുന്നു പ്രാർത്ഥനയുടെ ശക്തി. പിന്നെ ഞാൻ വേണ്ടി ഷെയർ ചെയ്തത്, എനിക്ക് ഇപ്പം പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും എനിക്ക് പ്രാർത്ഥനയോട് അടുക്കാൻ പറ്റുന്നില്ല കുറച്ച് കാലങ്ങളായിട്ട്. പ്രത്യേകിച്ച് കുർബാനകളും ദൈവത്തെക്കുറിച്ച് ചിന്ത മനസ്സിലുണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥനയിലൂടെ അത് ഷെയർ ചെയ്യാനോ അത് ദൈവത്തിലേക്ക് അടുക്കാനോ പറ്റുന്നില്ല. അതെന്താണെന്ന് അനലൈസ് ചെയ്യായിരുന്നു കുറച്ച്. അപ്പോൾ ബെല്ല വിനീത് ചേച്ചിയൊക്കെ പറയായിരുന്നു, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറച്ച് സമയം ദൈവത്തോട് സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാനും, നമ്മുടെ ജീവിതത്തിൽ ഈ പുറത്ത് കാണുന്ന പ്രഷറുകളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്നത്. നമ്മൾക്ക് ആ ദൈവത്തിലേക്കുള്ള ചിന്തയിൽ കൂടെ നമുക്ക് ജീവിച്ചാൽ വലിയ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അതിന് ഫേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊക്കെയാണ് ഞങ്ങൾ മെയിൻലി ഷെയർ ചെയ്തത്. അതാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, എന്നാലും പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഒത്തിരി ഫാമിലീസ് ജീസസ് യൂത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കും അറിയാം. കാരണം നമ്മൾ അതിൽ വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ഫാമിലിയിൽ ടെൻഷൻസ് ഉണ്ടാക്കാം. കാരണം നമ്മളെപ്പോഴും വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അവിടെ അവർ ഓരോ ഇതിനായിട്ട് പോയിരിക്കുകയായിരിക്കും, മീറ്റിങ്ങുകളോ. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ആ ഒരു ടെൻഷൻ, അതൊരു എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി തുറന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതേക്കുറിച്ച്. അന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഓക്കെ എപ്പോഴും പിള്ളേരെ നോക്കാതെ ഇതിന് പോകുന്നു, അങ്ങനെ അതാണോ പ്രയോറിറ്റി ജീവിതത്തിൽ, അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ദൈവത്തോട് കമ്മിറ്റഡ് ആണെങ്കിൽ നമ്മളൊരു ഫാമിലി ആയിട്ട് തന്നെ അത് കമ്മിറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്
നമുക്കത് സ്മൂത്തായിട്ട് എന്നും ഒരുപോലെ പോകണമെന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തുറന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ബ്രദറിൻ്റെ ടോക്ക് കേട്ടിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രാർത്ഥിക്കാനുള്ള ഡിഫിക്കൽട്ടി മാറാൻ ബെസ്റ്റ് വിദ്യ ഈശോയുടെ സുവിശേഷം, ഈശോ പറഞ്ഞ 4 ഗോസ്പൽസിൽ ഈശോ പറഞ്ഞ കുറച്ച് വാക്കുകൾ വായിക്കുക. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. അതായത് ഈശോ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അത് കുറച്ച് ചുമ്മാ വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര അതൊരു പ്രാർത്ഥന തന്നെയാണ്. മാത്രമല്ല ദാറ്റ് വിൽ stimulate you, that will encourage into your soul. നമ്മുടെ ആത്മാവിലേക്ക് ഒരു നിറവ് കിട്ടും. അങ്ങനെ നമുക്ക് പിടിച്ചു വരാൻ പറ്റും. പിന്നെ അത് ഒരു ഇനിഷ്യേഷൻ മാതിരി വന്ന് പിന്നെ എളുപ്പം മുന്നോട്ട്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ഒരു ചെറിയ ഒരു കാര്യത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് 2 സെൻറ്റൻസേ നമ്മൾ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നമ്മൾ ആ ഒരു ഫീലിംഗ് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ അതിനെ കുറച്ചുകൂടി നന്നായി ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും ഏത് സിറ്റുവേഷനെ. അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 കുട്ടികൾ. അപ്പോൾ ശരി അല്ല, സമയക്കുറവ് ഒന്നും എൻ്റെ ജീവിതത്തിൽ പ്രശ്നമല്ല. കാരണം നമ്മൾ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. താങ്ക് യു.